നവരാത്രി ആഘോഷിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ നവരാത്രി ദിവസം ഓരോ ദിവസവും ഏത് കളർ ഡ്രസ്സ് നമ്മൾ ധരിക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ്. നവരാത്രി ആദ്യത്തെ ദിവസം ഡേ 1 എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 22-ാം തീയതിയാണ്. സെപ്റ്റംബർ 22-ാം തീയതി വൈറ്റ് കളർ ഡ്രസ്സാണ് നമ്മൾ ധരിക്കേണ്ടത്. വൈറ്റ് വിശുദ്ധിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ്. അപ്പോൾ വൈറ്റ് കളർ ഡ്രസ്സ് ധരിക്കുക. ഓഫീസിലൊക്കെ ഒരു ടീമൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് വെള്ള കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ടൊക്കെ പോയാൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ മാക്സിമം ഈ 9 ദിവസം ഈ നവരാത്രിക്ക് പ്രതീകമാകുന്ന തരത്തിലുള്ള കളർ ഡ്രസ്സ് ധരിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഡേ 2 എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ്. സെപ്റ്റംബർ 23-ാം തീയതിയാണ്. റെഡ് കളർ ഡ്രസ്സാണ് ധരിക്കേണ്ടത്. റെഡ് ശക്തിയെയും ഊർജത്തെയുമാണ് പ്രതീകപ്പെടുത്തുന്നത്. ഡേ 3 വെനസ്ഡേ ആണ്. സെപ്റ്റംബർ 24th ആണ്. റോയൽ ബ്ലൂ ആണ്. റോയൽ ബ്ലൂ മേ ബി എല്ലാവരുടെ കയ്യിലും കാണണമെന്നില്ല. റോയൽ ബ്ലൂ ഇല്ലെങ്കിലും ബ്ലൂ കളർ ഡ്രസ്സ് ധരിക്കാൻ നോക്കുക. അത് ശാന്തതയെയും ജ്ഞാനത്തെയുമാണ് പ്രതീകപ്പെടുത്തുന്നത്. ഡേ 4 വ്യാഴാഴ്ചയാണ്. സെപ്റ്റംബർ 25th ആണ്. അന്ന് യെല്ലോ കളർ ഡ്രസ്സാണ് ധരിക്കേണ്ടത്. യെല്ലോയുടെ പ്രതീകം എന്ന് പറഞ്ഞാൽ സന്തോഷവും ശുഭാപ്തി വിശ്വാസവുമാണ്. അപ്പോൾ എല്ലാവരും മഞ്ഞ കളർ ഡ്രസ്സാണ് ഡേ 4-ാം തീയതി, അതായത് 4-ാം തീയതിയല്ല 25-ാം തീയതി ഡേ 4 നമ്മൾ ധരിക്കേണ്ടത്. ഡേ 5 സെപ്റ്റംബർ 26-ാം തീയതിയാണ്. ഗ്രീൻ കളർ പച്ച കളർ ഡ്രസ്സാണ് ധരിക്കേണ്ടത്. പച്ച കാണിക്കുന്നത് വളർച്ചയെയും നമ്മുടെ പ്രകൃതിയെയുമാണ് പച്ച കളർ കൊണ്ട് പ്രതീകപ്പെടുത്തുന്നത്. ഡേ 6-ാം തീയതി സെപ്റ്റംബർ 27-ാം തീയതിയാണ്. അന്ന് ഗ്രേ കളർ ഡ്രസ്സാണ് ധരിക്കേണ്ടത്. ഗ്രേ നമ്മുടെ ന്യൂട്രാലിറ്റി ആൻഡ് ബാലൻസ് എന്നാണ് പറയുന്നത്. അതായത് നിഷ്പക്ഷതയെയും സന്തുലിതാവസ്ഥയെയാണ് ഗ്രേ കൊണ്ട് പ്രതീകപ്പെടുത്തുന്നത്. അത് സെപ്റ്റംബർ 27-ാം തീയതിയാണ് ധരിക്കേണ്ടത്. പിന്നെ വരുന്നത് സെപ്റ്റംബർ 28-ാം തീയതിയാണ്. 28-ാം തീയതി ഞായറാഴ്ചയാണ്. അന്ന് ഓറഞ്ച് കളർ ഡ്രസ്സാണ് ധരിക്കേണ്ടത്. അത് നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഓറഞ്ച് കളർ ഡ്രസ്സ് ധരിച്ച് പോവുക. അങ്ങനെ അത് തിളക്കത്തെയും ഊർജ്ജത്തെയും എനർജിയെയുമാണ് പ്രതീകപ്പെടുത്തുന്നത്. പിന്നെ സെപ്റ്റംബർ 29-ാം തീയതി 8ാമത്തെ ദിവസമാണ്. അന്ന് മൺഡേ ആണ്. മൺഡേ നമ്മൾ പീക്കോക്ക് ഗ്രീനാണ് നമ്മൾ ധരിക്കേണ്ടത്. പീക്കോക്ക് ഗ്രീൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗ്രീൻ കളർ ഡ്രസ്സ് ധരിക്കുക. അത് തുല്യതയെയും മൗലികതയെയാണ്, യുണീക്നെസ് ആൻഡ് ഒറിജിനാലിറ്റി ഇതാണ് സൂചിപ്പിക്കുന്നത്. ഡേ 9 ചൊവ്വാഴ്ചയാണ്. സെപ്റ്റംബർ 30-ാം തീയതിയാണ്. അന്ന് ധരിക്കേണ്ട കളർ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പിങ്ക് ആണ്. മേ ബി ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കളർ ഡ്രസ്സ് ഇങ്ങനെ ധരിക്കണം എന്നുള്ള ഒരു കാര്യം നമുക്ക് മേ ബി അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഓഫ് കളേഴ്സ് എല്ലാ ദിവസവും നമ്മൾ ധരിക്കുന്നത് നമുക്കും ഒരു മാനസികമായിട്ട് നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും. അത് ഒരു മെൻ്റൽ പീസ് നമുക്ക് കിട്ടും. അപ്പോൾ ഡേ 9-ാം തീയതി ഡേ 9 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. സെപ്റ്റംബർ 30-ാം തീയതി പിങ്ക് കളർ ഡ്രസ്സാണ്. അത് കാണിക്കുന്നത് സ്നേഹത്തെയും ഐക്യത്തെയുമാണ്. ഹാർമണി ആൻഡ് ലവ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കുക. സേവ് ചെയ്തിട്ട് നാളെ തൊട്ട്, അതായത് 22-ാം തീയതിയാണ്. നാളെ ഇപ്പോൾ ഏത് കളർ ഡ്രസ്സാണ്? വൈറ്റ് ആണ്. അപ്പോൾ നാളെ തൊട്ട് കളേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക 9 ദിവസം. താങ്ക് യു.